ഭാര്യയെയും മക്കളെയും ഇനി അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവരെയും നോക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ്. അതായത് ഭർത്താവിൻ്റെ അച്ഛനമ്മയും ഭാര്യയെയും മക്കളെയും ഇനി അവരെ നോക്കുന്നില്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് ഭാര്യയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, വീടിനകത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തെ കാര്യമാണ്. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെയും മക്കളുടെയും ഇനി ഭർത്താവിൻ്റെ അച്ഛനമ്മ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും ചെലവുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, മനഃപൂർവ്വമാണ് അത് ചെയ്യാത്തത് എങ്കിൽ അവർക്ക് അവരുടെ അഗേൻസ്റ്റ് മെയിൻ്റനൻസിന് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഒരു ഭാര്യയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അങ്ങനെ കോടതി കണ്ടുപിടിക്കുകയാണ് മനഃപൂർവ്വം ഇവരെ നോക്കാതിരിക്കുകയാണ്, ഇവരുടെ കാര്യങ്ങളൊന്നും നടത്തി കൊടുക്കുന്നില്ല എന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ മിനിമം 1 month ജയിൽ ശിക്ഷ ഈ ഭർത്താവിന് ഉണ്ടാകും. 1 month ജയിലിനകത്ത്, അതായത് ഇംപ്രിസൺമെൻറ്റ് ഉണ്ട് ഹസ്ബൻഡ്സിന് കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്ന് എല്ലാ ഭർത്താക്കന്മാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഭർത്താക്കന്മാർക്ക്, ഭാര്യനും മക്കളെയും ഒന്നും നോക്കാത്ത ഭർത്താക്കന്മാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ലോസ് ഒന്നും കുറേ പേർക്ക് അറിയത്തില്ല. അപ്പോൾ അവർ വിചാരിക്കും മനഃപൂർവ്വം ഭാര്യനെയും മക്കളെയും നോക്കുന്നില്ല എങ്കിലാണ് കേട്ടോ, മനഃപൂർവ്വം നോക്കുന്നില്ല എങ്കിലാണ് 1 മാസം ജയിലിൽ കിടക്കേണ്ടി വരിക, അല്ലാത്ത പക്ഷമല്ല കേട്ടോ. സോ നമ്മുടെ BNSSൽ സെക്ഷൻ 144 പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തന്നത്. ഓക്കെ.